കനത്ത മഴയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കോട്ടയം ഈരാറ്റുപേട്ട ഒറ്റപ്പെട്ടിരിക്കുകയാണ്. വ്യാപാര സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. വെള്ളം ഇറങ്ങി തുടങ്ങിയെങ്കിലും നഗരത്തിലാകെ ചെളി കെട്ടിക്കിടക്കുകയാണ്. നടരാജ് പരശുരാം വിവരങ്ങൾ നൽകും. നടരാജ്, വലിയ മഴ നേരത്തെ ഈരാറ്റുപേട്ടയടക്കം മുഴുവൻ വെള്ളത്തിലായിരുന്നു എന്നുള്ള വിവരങ്ങളുണ്ട്. എന്നാലും മഴയ്ക്കിപ്പോൾ ശമനമുണ്ട്. വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടോ? അങ്ങനെ തന്നെയാണ്. വെള്ളം ഇറങ്ങി തുടങ്ങി. ഈരാറ്റുപേട്ട നഗരത്തിൽ നിന്നും വെള്ളം നന്നായി താഴ്ന്നു. മീനച്ചിൽ ഇപ്പോൾ താഴ്ന്നാണ് ഒഴുകുന്നു. പക്ഷെ അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ ഭീകരമാണ്, ദുഃഖകരമാണ്. എനിക്ക് പിറകിൽ കാണുന്നത് ഈ നഗരത്തിലെ ഒരു കടയാണ്. ഈ കട ആകെ ചെളി നിറഞ്ഞ് കിടക്കുന്നതാണോ നമ്മൾ കാണുന്നത്. ഈ ഷാഹുൽ ചേട്ടൻ ഞാനിവിടെ ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ മുമ്പ് വരുമ്പോൾ മുതൽ ഇത് വൃത്തിയാക്കി തുടങ്ങിയതാണ്. പക്ഷേ ഇനിയും അത് വൃത്തിയാക്കി കഴിഞ്ഞിട്ടില്ല. ഇതുപോലെ 100 കണക്കിന് കടകളും വീടുകളും ഈ നഗരത്തിൽ ഇങ്ങനെ നശിച്ച് കിടക്കുകയാണ്. ചേട്ടാ, എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് ഇതിന് വൃത്തിയാക്കി എടുക്കാൻ? ബുദ്ധിമുട്ട് ഒരു 2 ദിവസം പണിയാണ്. 2 ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ ചെയ്താലും തീരൂല. അത്രയും ചെളി നിറഞ്ഞിരിക്കണം. പഴയ പോലെ ആക്കാൻ പറ്റുമോ? പഴയ പോലെ ആക്കാൻ ബുദ്ധിമുട്ടാണ്. എത്ര രൂപ നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ടാവും? 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുണ്ടാവും. ചെറിയ കടയല്ലേ, 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുണ്ടാവും. അകത്ത് എന്തൊക്കെ കേട് വന്നു? വെള്ളം കയറി ഫ്രിഡ്ജ്, മിക്സി, പിന്നെ ബാക്കി ഐറ്റംസ് എല്ലാം അവളിന് മുങ്ങിപ്പോയില്ലേ. ഇതുവരെ ജിൽസി ഈ ദൃശ്യം കാണണം. അതായത് സാമാന്യം വലിയ കെട്ടിടമാണ്. ഈ കെട്ടിടത്തിന്റെ ഇത് നോക്കൂ, ഈ ഭാഗം വരെ ഇവിടെ വരെ വെള്ളം നനഞ്ഞത് നമുക്ക് കാണാം. ഞാൻ തന്നെ നല്ല ഉയരമുള്ളൊരു വ്യക്തിയാണ്. ഇവിടെ ഈ ഭാഗം വരെ വെള്ളം കയറിയിരുന്നു. ഇപ്പോൾ അത് എത്രത്തോളം താഴ്ന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ക്യാമറമാൻ സച്ചിൻ കാണിച്ചു തരും. അത് ഇപ്പോൾ താഴ്ന്നിരിക്കുന്നു, ഇത്രയധികം താഴ്ന്നിരിക്കുകയാണ്. ഈ ലെവലിൽ ഒരു നഗരത്തിൽ വെള്ളം കയറിയാൽ എത്രത്തോളം നാശനഷ്ടം ഉണ്ടാവും എന്നറിയാം. എനിക്ക് പിറകിൽ കാണുന്ന ആ ചേട്ടൻ ഒരു 3-4 ബക്കറ്റിൽ ചെളി പുറത്തു കൊണ്ടുവന്ന് ഒഴിച്ച് കളഞ്ഞു കഴിഞ്ഞു. അത്രയധികം ചെളികളാണ് കടയിൽ. എന്ത് കടയാണ് നടത്തുന്നത്? സ്പെയർ പാർട്സ്. ഒക്കെ ചെളിയിലായിട്ടുണ്ടാവുമല്ലോ. ചെളി മൊത്തം പോയി. വലിയ നഷ്ടമാണ്. നഷ്ടം മൊത്തം പോയി. ഒന്നുമില്ല, ഇനി ഒന്നുമില്ല. വേറെ നോക്കി ഒന്നുമില്ല. എത്ര രൂപ നഷ്ടം വന്നിട്ടുണ്ടോ? എനിക്കിപ്പോൾ ഒരു 25 ലക്ഷം രൂപ നഷ്ടം ഇപ്പം വന്നു. എന്താ ചെയ്യുക? ഇങ്ങനെ ഒരു പ്രകൃതി എന്ത് ചെയ്യാൻ പറ്റും? അനുഭവിക്കുക. അല്ല, പ്രകൃതി ദുരന്തത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്പെയർ പാർട്സ് ആയതുകൊണ്ട് തന്നെ വെള്ളം തട്ടുന്നതോടുകൂടി നമുക്ക് പിന്നെ ഓസ്ക്രമ്പിങ് മെഷീൻ എല്ലാം ഉണ്ട്. ലേത്ത് മെഷീൻ, ഓസ്ക്രമ്പിങ് മെഷീൻ, ഇതെല്ലാം എന്ത് ചെയ്യാനാ? വലിയ നഷ്ടമാണ്. ഇത്തരത്തിൽ ഒരു കട അല്ലെങ്കിൽ 2 കടയുടെ കാര്യമല്ല, ഒരുപാട് കടകളുണ്ട്, ഒരുപാട് വീടുകൾ ഈ ഭാഗത്തുണ്ട്. ഇവരൊക്കെ തന്നെ വലിയ നഷ്ടമാണ് നേരിടുന്നത്. ഇവിടെ ഒരു വ്യാപാരി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. കേട്ടോ, ഇത് നോക്കൂ ജിൽസി, ഈ ഒരു കട സ്പെയർ പാർട്സുകളും മറ്റ് വാഹനങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ വെക്കുന്ന കടയാകെ നശിച്ചിരിക്കുകയാണ്. ചേട്ടാ, എത്ര രൂപ നഷ്ടം വന്നിട്ടുണ്ടാവും? ഒരു 3 ലക്ഷം രൂപ വാങ്ങാം. 3 ലക്ഷം രൂപ വാങ്ങും. 3 ലക്ഷം. എന്തൊക്കെ നശിച്ചു? എന്തൊക്കെ ഇടുന്നു? ഒത്തിരി സാധനം നഷ്ടപ്പെട്ടു. സഹായം വേണ്ടി വരും. ആപ്പയിടാൻ ബൈക്കിൻ്റെ ഒത്തിരി സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാണ് സ്ഥിതി. ഈരാറ്റുപേട്ട നഗരത്തിലെ ഞാൻ നിൽക്കുന്ന ഒരു 2 കടകളുടെ സ്ഥിതി മാത്രമാണ് ഞാൻ വിവരിച്ചത്. ഇത്തരത്തിൽ ഒരു മേഖലയിൽ ആകെ വെള്ളം നിറഞ്ഞ വലിയ നഷ്ടമാണ്. സാധനമെല്ലാം നനഞ്ഞിരിക്കുക. അവിടം വരെ മൊത്തം സാധനം നനഞ്ഞു. ഒരു മേഖലയിലാകെ ലക്ഷക്കണക്കിന് ഇവിടെ നഷ്ടമുണ്ടാകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. വ്യാപാരികളും വീട്ടുകാരും പ്രദേശവാസികളും ഒക്കെ തന്നെ ആശങ്കയിലാണ്. സാധനം നനഞ്ഞു.